പറ്റി പറയുമ്പോൾ എനിക്ക് കുറച്ചാളത് പരിചയമുള്ളൂ. ഏകദേശം ഒരു 8-9 വർഷം. ഞാൻ 2009. ശിവൻ ചർച്ച വന്ന് കാണണ്ടേ? ഒരാൾക്കെങ്കിലും ആ ഒരു ദൈവ ആ ഒരു കൃപ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ക്ഷമ, ഈ പറഞ്ഞ ഒരു ക്ഷമയും ഞങ്ങൾക്ക് ആർക്കും അതില്ല കേട്ടോ. ഓക്കെ ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞു. എനിക്ക് സമയത്തിന്റെ പേടി തുടങ്ങാന്നുള്ള ഒരു കുറച്ച് ഇതുകൊണ്ട് പാട്ട് ദൈവത്തിന്റെ നമുക്ക് ഇങ്ങനെ കൂടാൻ പറ്റുന്ന ഓരോ നിമിഷങ്ങളും ഒരു മെമ്മറിയാണ്. നമ്മൾ സ്കിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കിറ്റിനെ ദിവസത്തെക്കാളും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളത് പ്രാക്ടീസ് സമയങ്ങളാണ്. കാരണം വിൻസൻ ബ്രദറിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര കടികട്ടി വാക്കുകളൊക്കെയാണ്. എനിക്കൊന്നും ഞാനും ജിഫിനും മാത്രമേ ഉള്ളൂ കാണാൻ വേണ്ടി അത് ഈ സ്കിറ്റിനെ സംബന്ധിച്ചാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഒന്ന് ബിനുപ്പാപ്പൻ, ഇതൊന്ന് വിൽസൺ കാര്യച്ചാലൊന്നല്ലോ. ഇങ്ങനെ ചില പേരുകൾ പിന്നെ ബീച്ചാണ്. ചില പേരുകളൊക്കെ ഞാൻ ഇവിടുന്ന് വരുന്നതിന് മുമ്പേ കേട്ടിട്ട് ഞാൻ ഇന്ന് 1 മിനിറ്റ് വിൻസന് വേണ്ടി പറയാനാണ്. ഈ സമയം പിന്നെ അതല്ലാതെ അതുപോലെ തന്നെ ഒരു 2-3 ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് ഞാനും ജെയ്സനും കൂടി ഇങ്ങനെ ഇങ്ങനെ പറയുകയുണ്ടായി. ചെറിയ സെറ്റ് ഓഫ് മീറ്റിംഗ് പോലെ നമ്മുടെ പറ്റിയതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. സ്പെഷ്യൽ വേണ്ട ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. ബെൻസാനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ ഏറ്റവും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 4 വർഷമായിട്ടുള്ള പരിചയം മാത്രമാണ് എനിക്ക്. ഡീപ്പായിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല. എങ്കിലും ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നല്ല രീതിയിൽ സാധിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിൻസെൻ്റ് പറയാണെങ്കിൽ വളരെ സംവിധാനങ്ങളുടെ മീറ്റിങ്ങുകളെ കഴിഞ്ഞ് ഞങ്ങൾക്ക് സംസാരിക്കാനൊക്കെ ഇടയായിട്ടുണ്ടായ സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർക്കുകയാണ്. ദൈവനാമത്തിന് മോശം ഉണ്ടാകട്ടെ. ആദ്യം തന്നെ തീരുന്ന എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുന്നു. വയറ് ചുട്ടിപ്പിടി. വിൻസന്റെ സെൻ്റ് ഓഫോട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. വിൻസൻ നമ്മളെ വിട്ട് നാട്ടിൽ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രശ്നമുള്ളൊരു കാര്യമാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മള് പലർക്കും വിശപ്പ് സഹിക്കാൻ പറ്റാതിരിക്കുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം അതിന്റെ ഒരു മറുപടി പ്രസംഗം എന്ന രീതിയിലല്ല, അത് പറഞ്ഞു. ഫോട്ടോ എടുത്തോ.
ഒരാളോട് ആടാ അൺബോക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഭക്ഷണത്തിനായി പിരിയുന്നതാണ്. അതിനുശേഷം നമുക്ക് മറുപടി പ്രശ്നം ഒരു പാരിതോഷികവും കൂടി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതും കൂടി കൊടുക്കുന്നു. എല്ലാവരും കൈ വയ്ക്കാം. ജോൺസന്റെ കൈ വയ്ക്കില്ല. ഓക്കെ, അൺബോക്സ് ചെയ്യണം. ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഇനി മത്സരത്തിലേക്ക് കിടക്കാം. ഫുഡ് കഴിക്കണ മത്സരം, ഭക്ഷണം കഴിച്ചിട്ട് മത്സരത്തിലേക്ക്. അതിനുശേഷം നമ്മൾ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പൊട്ടിത്തെറിക്കരുത്, മുഖത്തൊന്നും അടിക്കരുത്. എല്ലാവരും മാറുന്നേ. ഇതിന് സ്റ്റാൻഡ് ഉണ്ട്. തീർച്ചയാണ്. ഇങ്ങോട്ട് കാണേ, ഇങ്ങോട്ട് കാണേ. അല്ല, IPC ആഡ് ചെയ്തല്ലേ നമ്മുടെ ഹോട്ടലിലെ. അടിപൊളി. ഇതിനെ തന്നെ ഇത് ഞങ്ങള് അർജന്റീന കളി കാണാൻ പോയത്. മറുപടി പ്രസംഗത്തിനായിട്ട് അല്ല പിന്നെ അത് പിന്നെ 2 മിനിറ്റേ ഉള്ളെന്ന്. 2 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2009 മുതൽ ഇത്രയും വർഷക്കാലം എന്നെ സഹിച്ച നിങ്ങൾക്കെല്ലാവർക്കും ആദ്യം നന്ദി. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ജോൺസൺ ബ്രദർ പറഞ്ഞ പോലെ ഞങ്ങൾ പണ്ട് യൂത്തിന്റെ പ്രോഗ്രാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ ചെയ്യുമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു ബേസ് കിട്ടി. അത് ഇവരൊരു നല്ലൊരു ഗ്രൂപ്പ്, ചാത്തന്നൂർ ചർച്ച് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നല്ലൊരു സ്ട്രെങ്ത് ഉള്ള യൂത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനൊരു ബാക്കപ്പ് ഇവിടുന്ന് കിട്ടി. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യത്തെ 12 വർഷം എല്ലാ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് കൂടെ ജോയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പിന്നീട് ഓരോ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നത് നമ്മളെ കൊണ്ട് എത്രത്തോളം ഭംഗിയായി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ഓർക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. പറയട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ഭക്ഷണത്തിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാൻ ജോൺസൺ. ആമേൻ, ആമേൻ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി. ഒരു കള്ളനിരുന്ന് കഴിക്കുന്നുണ്ട്. ഒരു കള്ളനിരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാം എടുത്ത് ഓരോ പ്ലേറ്റിലും എടുക്കുക. കള്ളച്ചിരിക്കണ്ടവന്റെ സ്പെഷ്യൽ താങ്ക്സ്. അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബോർഡിന്റെ വർക്കിന് കിട്ടുള്ളൂ. ആ ബോർഡിന്റെ വർക്കിന് കിട്ടുള്ളൂ. ഇതിന്റെ ഐഡിയ ഇതിന്റെ ഐഡിയയുടെ പിന്നിൽ പ്രവർത്തിച്ച ആരാന്നില്ലേ? ഞാൻ കഴിഞ്ഞ ഓഫീസിൽ ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ഞാൻ ഇവരുടെ അടുത്ത് ഐഡിയ ഇവിടുത്തെ
ഷെൽഫ് വെക്കാൻ നല്ലതല്ലേ ഓർക്കാൻ. ഞാൻ പറഞ്ഞിങ്ങനെ ഫോട്ടോ കഴിച്ചിട്ട് മെമ്മറി ഷെൽഫ് വെക്കുന്ന രീതിയിൽ വെച്ചാൽ മതി. ബാക്കിയൊക്കെ പുള്ളിയുടെ ഐഡിയ എന്തായാലും. അനുകൂല